വിശ്വാസവർഷം വിശ്വാസവർഷം വിശ്വാസമുണരേണ്ട വർഷം. വിശ്വാസമെന്നൊരു തീക്കനൽ നമ്മൾ ഊതിയുണർത്തേണ്ട വർഷം. വിശ്വാസവർഷം വിശ്വാസവർഷം വിശ്വാസിയുണരേണ്ട വർഷം. വിശ്വാസമെന്ന വിളക്കു കൊളുത്തി നാം പീഠത്തിന്മേൽ വച്ചിടേണം. വിശ്വാസമെന്ന വിളക്കു കൊളുത്തി നാം പീഠത്തിന്മേൽ വച്ചിടേണം. വിശ്വാസമെന്ന മഹാദാനം നമ്മൾ അഭിമാനമോടെ കാക്കേണം. വിശ്വാസമെന്ന മഹാദാനം നമ്മൾ അഭിമാനമോടെ കാക്കേണം. വിശ്വാസവർഷം വിശ്വാസവർഷം വിശ്വാസിയുണരേണ്ട വർഷം. വിശ്വാസമെന്നൊരു തീക്കനൽ നമ്മൾ ഊതിയുണർത്തേണ്ട വർഷം. കരിസ്മാറ്റിക് നവീകരണ രംഗത്ത് കരുത്തുറ്റ നേതൃത്വം നൽകിയ NRC ധ്യാനകേന്ദ്രം. MSMI സഭയുടെ സ്ഥാപകനും NRC ധ്യാനകേന്ദ്രത്തിൻ്റെ ആരംഭകനുമായ മോൺസിഞ്ഞോർ CJ വർക്കിയച്ചനിൽ നിന്നും ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ട് വചനപ്രഘോഷണ രംഗത്ത് സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ ദൈവീക ശുശ്രൂഷകൾ. വിശ്വാസവർഷത്തിൽ ഇടവക തോറും വിശ്വാസ സന്ധികൾ നടത്തി വിശ്വാസ ജീവിതത്തെ ഉജ്ജ്വലിപ്പിച്ചവർ NRC ടീം. ആത്മാഭിഷേകത്തോടെയുള്ള ഈ ശുശ്രൂഷകളുടെ ഫലമനുഭവിച്ച ഇടവകയുടെ ദൈവാനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമിത. വിശ്വാസവർഷം വിശ്വാസവർഷം വിശ്വാസമുണരേണ്ട വർഷം. കഴിഞ്ഞ വർഷം 2012 ഒക്ടോബർ 11 ആരംഭിച്ച വിശ്വാസവർഷം 2013 നവംബർ 24 സമാപിക്കുമ്പോൾ പരിശുദ്ധ മാർപ്പാപ്പ അതിലൂടെ ഉദ്ദേശിച്ചത് സഭാവിശ്വാസികളുടെ തണുത്തുറഞ്ഞു പോയ വിശ്വാസം ഉജ്ജ്വലിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഈ ലക്ഷ്യം തിരിച്ചറിഞ്ഞ NRC സമൂഹം ഒരു പ്രത്യേക പ്രോഗ്രാമിലൂടെ ഈ ദൗത്യം ഏറ്റെടുത്ത് പരിസരത്തുള്ള വിവിധ ഇടവകളിലൂടെ വിശ്വാസ സന്ധ്യ എന്ന പേരിൽ മനോഹരമായ ഒരു പ്രോഗ്രാം ക്രമീകരിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ചക്കിടപാറ ഇടവകയിലും വിശ്വാസ സന്ധ്യ ക്രമീകരിച്ചു. ഇടവക ജനങ്ങൾക്ക് കൗൺസിലിങ്ങിനും കുംഭസാരത്തിനുമുള്ള സൗകര്യമൊരുക്കുകയും വിശുദ്ധ ബലിയിലൂടെയും വചനപ്രഘോഷണത്തിലൂടെയും സൗഖ്യ ആരാധനയിലൂടെയും വിശ്വാസ ഉജ്ജ്വലനത്തിനുള്ള അവസരം ഒരുക്കുകയും ചെയ്തു. ഈ വിശ്വാസ സന്ധ്യയിലൂടെ ദൈവജനത്തെ കൂടുതൽ ഉണർത്തുവാനും ചിന്തിപ്പിക്കുവാനും സഹായകമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ പ്രോഗ്രാമുകളുടെ എല്ലാം സമാപനമെന്ന നിലയിലാണ് നവംബർ 2 ക്രേദോ 2013 എന്ന പേരിൽ ഒരു പ്രോഗ്രാം ഇവിടെ ക്രമീകരിച്ചിരിക്കുക. വിശ്വാസ വർഷ സമാപനത്തിൻ്റെ ആഘോഷവും അതോടൊപ്പം തന്നെ വിശ്വാസത്തിൻ്റെയും ആഘോഷവും പ്രഘോഷണവുമാണ് ഈ ക്രേദോ 2013. ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്കും പങ്കുചേരാം. ധൂർത്തപുത്രൻ്റെ ഉപമ നമുക്കറിയാം. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ എല്ലാമുണ്ട്.
ദൈവത്തിൻ്റെ സ്നേഹം കവിഞ്ഞൊഴുകുന്ന, ദൈവത്തിൻ്റെ സ്നേഹം ഇത്ര ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ചിത്രം, മറ്റൊരു ചിത്രം നമുക്ക് ബൈബിളിൽ കണ്ടെത്താൻ ഒരു പക്ഷേ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ അവിടെയും ഒരു കുറവുണ്ട്, ഒരമ്മയുടെ കുറവ്. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ അമ്മയില്ല. സ്നേഹനിധിയായ അപ്പനുണ്ട്, ചേട്ടനുണ്ട്, സ്വത്തുണ്ട്, വേലക്കാരുണ്ട്, ജീവിത സാഹചര്യങ്ങളുടെ സമൃദ്ധിയുണ്ട്. പക്ഷേ ധൂർത്തപുത്രൻ്റെ ജീവിതത്തിൽ അമ്മയില്ല. ആ അമ്മ അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ധൂർത്തപുത്രൻ ഇങ്ങനെ ഇറങ്ങിപ്പോവില്ലായിരുന്നു. അവൻ്റെ ജ്യേഷ്ഠ സഹോദരൻ അവനെ സ്നേഹിക്കുന്നത് അവൻ്റെ അമ്മ അവനെ മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. അവൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുന്നത് അമ്മ പറഞ്ഞു കൊടുക്കുമായിരുന്നു, നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിൻ്റെ അപ്പനത് ചെയ്യുന്നത്. പക്ഷേ അവിടെ അമ്മയുടെ ചിത്രമില്ല. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അമ്മയുടെ ചിത്രമില്ലാതെ വരുമ്പോൾ, അമ്മയുടെ സാന്നിധ്യമില്ലാതെ വരുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള ചൈതന്യം നഷ്ടപ്പെട്ടു പോകും. യഥാർത്ഥത്തിലുള്ള ദൈവിക അനുഭവവും വിശ്വാസവും എന്തെന്ന് മനസ്സിലാക്കാനും അതിൽ വളരാനും അതിനോട് ചേർന്ന് നിൽക്കുവാനുമുള്ള ഒരു തയ്യാറ് അല്ലെങ്കിൽ ഒരു സന്നദ്ധത നഷ്ടമായി പോകും. അതുകൊണ്ടാണ് സ്നേഹമുള്ളവരെ, നമ്മൾ സഭയോട് ചേർന്ന് നിൽക്കണം. സഭയിലൂടെ ദൈവം നമുക്ക് നൽകുന്ന വിശ്വാസത്തിൻ്റെ വലിയ നിധി നമ്മൾ കണ്ടെത്തണം. ദൈവികമായ അനുഗ്രഹങ്ങളെ നമ്മൾ സ്വീകരിക്കുകയും അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുകയും ചെയ്യണം. വീണ്ടും തോമാശ്ലീഹായുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഉത്ഥിതനായ തമ്പുരാനെ കാണുന്നതിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നപ്പോൾ, താൻ ഇല്ലാതിരുന്നപ്പോൾ യേശു പ്രത്യക്ഷനായി എന്നും അങ്ങനെ യേശുവിൻ്റെ സാന്നിധ്യം ദർശനം തനിക്ക് നഷ്ടമായി എന്നും മറ്റുള്ളവരുടെ വാക്കുകളിൽ നിറഞ്ഞപ്പോൾ, അവനെ കാണാതെ അവൻ്റെ മുറിവുകളിൽ എൻ്റെ വിരൽ വയ്ക്കാതെ അവനെ സ്പർശിക്കാതെ വിശ്വസിക്കില്ല എന്ന് ശാഠ്യം പിടിച്ച തോമാശ്ലീഹ അവൻ്റെ മുൻപിലേക്ക് ഉത്ഥിതനായവൻ കടന്നു വന്നു. എന്നിട്ട് അവരെ വിളിച്ചു, അവന് ആവശ്യമുള്ളതൊക്കെ ചെയ്യാൻ. പക്ഷെ അവൻ സ്പർശിച്ചില്ല, മറിച്ച് അവൻ്റെ ഹൃദയത്തെ തമ്പുരാൻ സ്പർശിച്ചു. തോമാശ്ലീഹ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഇന്നും എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നുള്ള വിശ്വാസ പ്രഘോഷണം നടക്കുന്നത് സഭയിലൂടെയാണ്. ഈ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ നാഥനും രക്ഷകനുമായി ഏറ്റുപറയുവാൻ ഓരോ മനുഷ്യ വ്യക്തിയും തയ്യാറാകുമ്പോഴാണ് സഭാ കുടുംബത്തിൻ്റെ ധന്യത പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് സഭയോട് ചേർന്ന് ദൈവം നമുക്കായി ഒരുക്കുന്ന വെളിപ്പെടുത്തലുകളെ, ദൈവം നമുക്കായി നൽകുന്ന കൃപയുടെ ഭണ്ഡാരത്തിൽ നിന്നുള്ള വലിയ ദാനങ്ങളെ സ്വീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കൗദാശിക ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ വലിയ ശക്തിയാണ്. കൂദാശകൾ മാമോദീസായിലൂടെ, സ്തരിലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ജീവിതത്തെ ദൈവം പരിപോഷിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ദൈവികമായ വഴികളിൽ നിന്നുള്ള വ്യതിയാനം സംഭവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുമ്പോൾ, കൃപയുടെ, സ്നേഹത്തിൻ്റെ, കരുണയുടെ, പാപപ്പൊറുതിയുടെ അനുഗ്രഹമായിട്ട് കുമ്പസാരം എന്ന കൂദാശയും കുമ്പസാരക്കൂടുമുണ്ട്. അതുപോലെ മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അവരെ ഉയർത്തുന്ന തിരുപ്പട്ടവും വിവാഹമെന്ന കൂദാശയും സഭയിലാണ് നിലകൊള്ളുന്നത്. സഭയിലാണ് തമ്പുരാൻ സ്ഥാപിച്ചിരിക്കുന്നത്. രോഗമായി, പ്രായമായി ദൈവസന്നിധിയിലേക്ക് കടന്നു പോകാനുള്ള ഒരുക്കത്തിന് വേണ്ടി രോഗാവസ്ഥയിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ലഭിക്കുന്ന തൈലാഭിഷേക ശുശ്രൂഷയും സഭയിലാണ് ദൈവം നൽകിയിരിക്കുന്നത്. ഇങ്ങനെ സഭയിലൂടെ, സഭയുടെ കൗദാശിക ജീവിതത്തിലൂടെ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന, വളർത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ കാണണം. പലപ്പോഴും ആധ്യാത്മിക ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിലെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒന്നിനെ പെരുപ്പിച്ച് കാണിച്ച് കൗദാശിക ജീവിതത്തെ അല്പാൽപമായി നിഷേധിക്കുന്ന, അല്പാൽപമായി മാറ്റിവെക്കുന്ന ചില പ്രവണതകളും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ദൈവം ഇടപെടുന്ന, ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യൻ്റെ സംവിധാനങ്ങളിലേക്ക് ദൈവം ഇന്നും ഏറ്റവും അടുത്തും ഏറ്റവും സ്നേഹത്തോടുകൂടിയും മനുഷ്യൻ്റെ തോളോട് തോൾ ചേർന്ന് നടക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടിയും കൂദാശകളിലൂടെ ദൈവം കടന്നു വരുമ്പോൾ, ആ കൂദാശകൾക്ക് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യവും നമ്മളുടെ മനസ്സിൻ്റെ വിധേയത്വവും ആ കൂദാശ സ്വീകരണത്തിലുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് വിശ്വാസത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് നമ്മളുടെ സമൂഹത്തെ, പ്രത്യേകിച്ച് നമ്മുടെ സംസ്കാരം നമുക്ക് നൽകുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടി നമ്മുടെ യുവജനങ്ങളെ സജ്ജരാക്കുവാൻ ഇടവക സംവിധാനങ്ങളും ഭക്തസംഘടനകളും എല്ലാ ആധ്യാത്മിക ശുശ്രൂഷ രംഗങ്ങളും ജാഗ്രതയും കരുതലുമുള്ളവരുമായിരിക്കണമെന്ന് പറയുമ്പോൾ, നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന തിന്മകളുടെയും നമ്മുടെ യുവജനങ്ങളും കുഞ്ഞുങ്ങളും ചെന്ന് വീഴാൻ സാധ്യതയുള്ള അപകടങ്ങളുടെയും വലിയ ചിത്രം നമ്മുടെയും നമ്മെ ഉദ്ബോധിപ്പിക്കുക അഭിയുന്ന പിതാവിൻ്റെയും മനസ്സിലുണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം. അതുകൊണ്ട് കൂട്ടം തെറ്റിപ്പോകാതെ ഇടയൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ സുരക്ഷിതത്വത്തിലൂടെ നമ്മുടെ ചുറ്റുമുള്ളവരെ, നമ്മുടെ മക്കളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സഹോദരങ്ങളെ വഴി നടത്തുവാനുള്ള ഉത്തരവാദിത്തം പേറണം സഭാജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും.
മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാടിൻ്റെ കഥ പറയുന്നുണ്ട് ഇടയൻ. മരുഭൂമിയിലൂടെ ആട്ടിൻകൂട്ടം 100 ആട് എന്ന് പറയുന്നു. ഈ 100 ആടുകളെയും കൊണ്ട് ഇടയൻ പോവുകയാണ്. ഇടയൻ 100 ആടിനെയും കൊണ്ട് പോകുമ്പോഴും ഇടയന് കൃത്യമായ ലക്ഷ്യമുണ്ട്. മരുഭൂമിയിലുള്ള ചെറിയ ചെറിയ പുൽക്കൂട്ടങ്ങളിലൂടെ ആടിനെ മേയിച്ചുകൊണ്ട് ഇടയൻ നടക്കുമ്പോൾ ഈ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു കുഞ്ഞാട് അല്പമൊന്ന് മാറി ചിന്തിക്കുകയാണ്. ഈ കുഞ്ഞാട് നോക്കുമ്പോൾ ഇടയൻ്റെ പിന്നാലെ നടക്കുന്നത് ഒരു വിരസതയാണ്. അതുകൊണ്ട് ഈ കുഞ്ഞാട് ചിന്തിച്ചു, അല്പം അകലെ കാണുന്ന ഒരു പുൽക്കൂട്ടത്തിലേക്കൊന്ന് പോകാം, അവിടെ നിന്ന് ആ ഇളംപുല്ല് തിന്നാം, തിരിച്ചു വരാം. കുഞ്ഞാട് തൻ്റെ തീരുമാനം നടപ്പിലാക്കി ഒറ്റച്ചാട്ടം അടുത്ത പുൽക്കൂട്ടത്തിലേക്ക് പോയി. പുല്ല് കടിച്ചു, നല്ല രസമുണ്ട്. ഇടയൻ്റെ കൂടെ നടന്നു തിന്നുന്ന മൂത്ത പുല്ലിനേക്കാൾ എത്രയോ നല്ലത്. കുഞ്ഞാട് അവിടെ നിന്ന് കണ്ണുയർത്തി നോക്കി. ഇടയനെ കാണാം, ആട്ടിൻകൂട്ടത്തെ കാണാം, തള്ളയാടിനെ കാണാം. കുഞ്ഞാടിന് പേടിയില്ല, കാരണം നോക്കെത്താ ദൂരത്തുള്ളവരാണ് അവരൊക്കെ. അവിടെ നിന്ന് കുഞ്ഞാട് മറ്റൊരു പുൽക്കൂട്ടത്തിലേക്ക് പോയി. അവിടെ നിന്നും കുഞ്ഞാട് നോക്കി, ഇടയനെ കാണാം, ആട്ടിൻകൂട്ടത്തെ കാണാം, തള്ളയാടിനെ കാണാം. പണ്ട് കണ്ട അത്രയും ക്ലിയർ ആയിട്ടല്ലെങ്കിലും അടുത്തല്ലെങ്കിലും കാണാം. അതുകൊണ്ട് സുരക്ഷിതത്വ ബോധമുണ്ട്. പിന്നീട് അങ്ങോട്ട് ഈ ആട്ടിൻകുഞ്ഞ് പുൽക്കൂട്ടങ്ങളിൽ നിന്ന് പുൽക്കൂട്ടങ്ങളിലേക്ക് പോയി. ഇടയനെ മറന്നു. ആട്ടിൻകൂട്ടത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, തള്ളയാടിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ആ കുഞ്ഞാടിന് വഴിതെറ്റുകയാണ്. 99നെയും വിട്ടിട്ട് മരുഭൂമിയുടെ വിജനതയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയി ഒന്നിനെ തേടിക്കണ്ടെത്തുവാനുള്ള ഇടയ സാന്നിധ്യമുള്ളത് കൊണ്ട് ആ കുഞ്ഞാട് രക്ഷപ്പെട്ടു. ഇന്ന് ആ ഇടയധർമ്മം നിർവഹിക്കാത്ത സമൂഹത്തിൻ്റെ കൃത്യവിലോപമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള കുഞ്ഞാടുകൾ, അവർ നമ്മുടെ ചെറുപ്പക്കാരാണ്, നമ്മുടെ കുഞ്ഞുമക്കളാണ്, നമ്മുടെ കുടുംബജീവിതം നയിക്കുന്നവരാണ്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന്, ഇടയൻ്റെ സംരക്ഷണയിൽ നിന്ന് മാറിപ്പോകുന്നത് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാക്ഷിയെ തൊട്ടുണർത്തേണ്ടതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാനും എൻ്റെ ദൈവവും എന്ന് പറഞ്ഞ വിശ്വാസം എനിക്കില്ല, അങ്ങനെ ഒരു ക്രൈസ്തവ ജീവിതം എനിക്കില്ല. എൻ്റെ കൂടെ നടക്കുമ്പോൾ ഞാനായിരിക്കുന്ന ഇടവക സമൂഹത്തിൽ, ഇടവകയുടെ പ്രവർത്തനങ്ങളോട് ചേരാതെ, സഭയോട് ചിന്തിക്കാതെ, കൂദാശകളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന കുടുംബത്തെയും വ്യക്തിയെയും അന്വേഷിച്ച് ഇടവക സമൂഹത്തിൻ്റെ സുരക്ഷിതത്വം വിറ്റ് മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണയും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടും നഷ്ടപ്പെട്ടു പോയതിൻ്റെ പിന്നാലെ നടക്കുവാനുള്ള ഉത്തരവാദിത്തം ഓരോ ക്രൈസ്തവരുമുണ്ട് എന്നുള്ള വലിയ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ മുൻപിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവർ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് കൂട്ടം വിട്ടു പോകുന്നവർ, നമ്മളുടെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ നിന്ന് കൂട്ടം വിട്ടു പോകുന്നവർ, നമുക്ക് ദൈവം ഏൽപ്പിച്ച് തന്നിരിക്കുന്നവരിൽ നിന്ന് കൂട്ടം വിട്ടു പോകുന്നവരെ പറ്റി തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് 99നെയും മരുഭൂമിയുടെ വിജനതയിൽ വിട്ട് ആ കൂട്ടത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ വിശ്വസിച്ച് നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് പോകുന്ന ഇടയൻ്റെ ചിത്രം നമ്മളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മെ ഓർമ്മിപ്പിക്കണം. സ്നേഹമുള്ളവരെ, ഈ ചിന്തയിൽ നിന്ന് മാർപ്പാപ്പ പറയുന്ന മറ്റൊരു അവസാനത്തെ ചിന്തയിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രവൃത്തിയിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്ന വിശ്വാസം. അപ്പോൾ നമ്മൾ ഇതുവരെ ചിന്തിച്ചത്, 1 വിശ്വാസത്തിൻ്റെ ചരിത്രം, 2 വിശ്വാസവും യുക്തിയും. എന്തുകൊണ്ട് വിശ്വാസത്തെ നമ്മൾ പഠിക്കുകയും എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ബൗദ്ധികമായ തലങ്ങളിലൂടെ ദൈവികമായ വെളിപ്പെടുത്തലുകളെയും ദൈവികമായ സത്യത്തെയും വിശുദ്ധ ഗ്രന്ഥത്തെയും സഭയുടെ പ്രബോധനത്തെയും കൂടുതൽ മനസ്സിലാക്കണം. 3 നമ്മൾ പറഞ്ഞു, സഭയിലൂടെ നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന വിശ്വാസം. അതിനുശേഷമാണ് മാർപ്പാപ്പ പറയുന്നത് പ്രവൃത്തിയിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്ന വിശ്വാസം. പ്രവർത്തനമില്ലാതെ, കേവലം ഞാൻ സൂചിപ്പിച്ചതുപോലെ ആത്മീയമായ വികാര പ്രകടനമായിട്ട് നമ്മൾ വിശ്വസിച്ചതുകൊണ്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ടു പോകുന്നതിനെ തേടിപ്പോകാത്ത ക്രൈസ്തവ വിശ്വാസം യഥാർത്ഥത്തിലുള്ള വിശ്വാസമല്ല. കുരിശിൻ്റെ വഴിയുടെ ശൂന്യവൽക്കരണമില്ലാത്ത വിശ്വാസം യഥാർത്ഥ വിശ്വാസമല്ല. വിശുദ്ധ കുർബാനയുടെ പശ്ചാത്തലത്തിൽ തമ്പുരാനെ പോലെ മുറിയപ്പെടാനും ചിന്തപ്പെടാനും തയ്യാറല്ലാത്ത വിശ്വാസം വിശ്വാസമല്ല. അത് ഏതെങ്കിലും ആധ്യാത്മിക കേന്ദ്രത്തിൻ്റെ സുരക്ഷിതത്തിൽ സ്ഥിരമായിരുന്ന് മനുഷ്യൻ്റെ നീറുന്ന പ്രശ്നങ്ങളെയും മനുഷ്യൻ്റെ യാഥാർത്ഥ്യങ്ങളെയും അവഗണിച്ചുകൊണ്ടുള്ള ആധ്യാത്മികത യഥാർത്ഥത്തിലുള്ള ആധ്യാത്മികതയല്ല. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നതിനെ തേടിച്ചെല്ലുന്ന വിശ്വാസം, മുറിവേറ്റുന്നതിനെ താങ്ങുന്ന വിശ്വാസം, ദുർബലമായതിനെ ബലപ്പെടുത്തുന്ന വിശ്വാസം, സ്നേഹവും വെളിച്ചവും സാഹോദര്യവും നഷ്ടപ്പെട്ടെടുത്ത് അത് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി സ്വയം മുറിയപ്പെടാനും ചിന്തപ്പെടാനും ഒരുവനെ പ്രാപ്തനാക്കുന്ന വിശ്വാസം. ഇതാണ് മാർപ്പാപ്പ പറയുന്നത് പ്രവൃത്തിയിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്ന വിശ്വാസം. ഈ വിശ്വാസമാണ് ഈ തലമുറയ്ക്ക് മുമ്പിൽ നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ പരികർമ്മം ചെയ്യപ്പെടുന്ന വിശുദ്ധ കുർബാനയുടെ ശക്തിയും മഹത്വവും ഈ ലോകത്തുള്ള മറ്റുള്ളവർ കാണുന്നത് നമ്മുടെ ജീവിതത്തിലൂടെയാണ്.
നമ്മുടെ ഇടവക സമൂഹം കാണേണ്ടത് നമ്മുടെ ജീവിത മാതൃകയിലൂടെയാണ്. നമ്മൾ വിശ്വസിക്കുകയും വായിച്ചു കേൾക്കുകയും പ്രഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ദൈവവചനത്തിൻ്റെ ശക്തി മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിത സാക്ഷ്യത്തിലൂടെയാണ്. ഇവിടെ ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയിലേക്ക് തിരിച്ചു വരുന്നത്, എന്തുകൊണ്ട് ഇന്ന് ലോകം ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാത്തിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ യഥാർത്ഥ യേശു ശിഷ്യൻ്റെ ചിത്രം കാണുന്നു, എങ്ങനെ സുവിശേഷത്തിൻ്റെ കലർപ്പില്ലാത്ത സന്ദേശം കാണുന്നു. ഇവിടെയാണ് മാർപ്പാപ്പയുടെ ജീവിതം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിനെ വെല്ലുവിളിക്കുന്നതായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഇന്ന് എവിടെയൊക്കെ ഏതൊക്കെ തലങ്ങളിൽ യേശുവും സുവിശേഷവും സനാതന മൂല്യങ്ങളും ദൈവിക മൂല്യങ്ങളും തിരസ്കരിക്കപ്പെടുന്നുണ്ടോ, ആ തിരസ്കരണത്തിൻ്റെ ഉത്തരവാദിത്തം ഈ വിശ്വാസ ജീവിതം ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടേതാണെന്നുള്ള തിരിച്ചറിഞ്ഞുകൊണ്ട് കലർപ്പില്ലാത്ത സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കാനും യേശുവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ മായം ചേർക്കാതെ ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ കുരിശിൻ്റെ വഴിയെ പിഞ്ചെല്ലാനുമുള്ള പ്രതിബദ്ധത ക്രൈസ്തവൻ നേടിയെടുക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം സാക്ഷി നിറഞ്ഞതായിത്തീരുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നവിടുന്ന് നമ്മോട് പറഞ്ഞു. ലോകത്തിൻ്റെ പ്രകാശമാണ് ഒരു ക്രിസ്ത്യാനിയെങ്കിൽ ഈ ലോകത്തിൻ്റെ അന്ധകാരം നിറഞ്ഞ സാഹചര്യങ്ങളിലേക്ക് പ്രകാശമായി മാറി ദൈവികമായ അനുഭവം ലോകത്തിന് പങ്കുവെച്ചു കൊടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ഇടവകകളും നമ്മുടെ ഭക്തസംഘടനകളും നമ്മുടെ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളും എല്ലാ സംവിധാനങ്ങളും യേശുവിനും സുവിശേഷത്തിനും സാക്ഷി നൽകുന്നതാകണം. മാർപ്പാപ്പയെ പോലെ പറയുന്നത് ജീവിക്കാൻ, ജീവിക്കുന്നത് ഉച്ചസ്വരം പ്രഘോഷിക്കാൻ, ബോധ്യത്തോടെ പറയാൻ, ഈ ലോകത്തിൻ്റെ തെറ്റിനെ വെല്ലുവിളിക്കാനുള്ള ആധ്യാത്മികമായ കരുത്ത് നേടിയെടുക്കുവാൻ കലർപ്പില്ലാത്ത സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ ജീവിക്കണം. ആത്മാർത്ഥമായിട്ടുള്ളൊരു സമീപനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ഇവിടെയാണ് ഈ വിശ്വാസ വർഷത്തിൻ്റെ ആചരണവും പ്രത്യേകിച്ച് ഈ വിശ്വാസ വർഷത്തിൻ്റെ സമാപനവും ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഈ വിശ്വാസ വർഷത്തിൻ്റെ സമാപനത്തിൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ചിന്തയുടെയും പ്രസക്തി. അതുകൊണ്ട് മാർപ്പാപ്പ പറയുന്നുണ്ട്, വിശ്വാസം ക്ഷയിക്കുമ്പോൾ സമൂഹവും ക്ഷയിക്കും. അതിന് പ്രത്യേകിച്ച് വലിയ ഉദാഹരണങ്ങളും നമുക്ക് ആവശ്യമില്ല. വിശ്വസിക്കുന്നവൻ, ദൈവത്തെ പിതാവായിട്ട് അംഗീകരിക്കുന്നവൻ, മനുഷ്യനെ വർണ്ണവർഗ മതവ്യത്യാസമില്ലാതെ സഹോദരങ്ങളായി കാണുന്നവൻ, അവനാണ് യഥാർത്ഥ വിശ്വാസി. അപ്പോൾ ഈ ദൈവവിശ്വാസം എന്നുള്ള വലിയൊരു മൂല്യം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? ദൈവം നമുക്ക് പിതാവായിട്ടില്ല. ദൈവം പിതാവായിട്ടില്ലെങ്കിൽ നമ്മുടെ സാഹോദര്യം മനുഷ്യൻ നിർവചിക്കുന്ന സാഹോദര്യമായിട്ട് മാറും. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നിർവചിക്കുന്ന നമ്മുടെ സംഘടനകളും സംവിധാനങ്ങളും നമ്മുടെ ഗ്രൂപ്പുകളും നിർവചിക്കുന്നതാകും നമ്മുടെ സാഹോദര്യം. അവിടെ സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും സഹോദരന്മാരല്ലാതായിത്തീരും. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന, ദൈവത്തിൻ്റെ സ്നേഹം നിറയുന്ന ഒരു ജീവിത സങ്കല്പത്തിലേക്ക് മനുഷ്യൻ കടന്നു വരണമെങ്കിൽ ദൈവമെന്ന വലിയ പിതാവിൻ്റെ ചിത്രം അവിടെ ഉണ്ടാകണം. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തെ കണ്ടെത്തി ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്ന വിശ്വാസത്തിൻ്റെ വലിയ അനുഭവം നമുക്ക് ഉണ്ടാകേണ്ടത്. ഞാൻ പറഞ്ഞു, മാർപ്പാപ്പയുടെ വാക്കുകൾ ഉദ്ധരിച്ച്, എവിടെയൊക്കെ വിശ്വാസം ക്ഷയിക്കുന്നോ അവിടെയൊക്കെ സമൂഹത്തിന് നാശം വന്നുകൊണ്ടിരിക്കുക. ഇന്ന് പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിൽ നടമാടുന്ന തിന്മകൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. സാഹോദര്യം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടി വിയിൽ വന്ന വാർത്തകളും ചിത്രങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ അലിയിക്കുന്നതാണ്. ദൈവമേ, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നുവെന്ന് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ നിന്ന് ചോദ്യമുയരുകയാണ്. സ്വന്തം മാതാപിതാക്കളെ പോലും കുഞ്ഞുമക്കൾ പേടിക്കേണ്ട അവസ്ഥ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ദൈവവിശ്വാസം, ദൈവത്തിൻ്റെ പിതൃത്വം നമ്മൾ അംഗീകരിക്കാതിരിക്കുകയും എൻ്റെ ജീവിതത്തിലും എൻ്റെ പ്രവർത്തനങ്ങളിലും എനിക്ക് മുകളിൽ മറ്റൊരു ശക്തിയുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ സ്വാർത്ഥതയും എൻ്റെ സ്ഥാപിത താല്പര്യങ്ങളും എൻ്റെ ജീവിത പ്രലോഭനങ്ങളും അതിൻ്റെ വഴിയിലൂടെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കാഴ്ച നഷ്ടപ്പെടും, വെളിച്ചം നഷ്ടപ്പെടും, തിന്മയുടെ അന്ധകാരത്തിൻ്റെ ശക്തി എന്നെ കീഴടക്കും. പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ 2 നിയമമാണ് ഭരണം നടത്തുന്നത്. ഒന്ന് ആത്മാവിൻ്റെ നിയമം, മറ്റേത് പാപത്തിൻ്റെ നിയമം. ഇത് രണ്ടും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ആത്മാവിൻ്റെ നിയമത്തെ പരിപോഷിപ്പിക്കാൻ കൂദാശകളുടെ ചൈതന്യത്തോടുകൂടി ദൈവവചനത്തിൻ്റെ ശക്തിയോടുകൂടി വിശ്വാസ ജീവിതം നയിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഈ ആത്മാവിൻ്റെ നിയമം ശക്തിപ്പെടുകയാണ്. പക്ഷേ ഈ വഴിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, സഭയാകുന്ന അമ്മയുടെ സ്നേഹത്തിൽ നിന്ന് മാറുമ്പോൾ, വിശ്വാസം എന്ന വലിയ ദാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഈ കാഴ്ചപ്പാടിൻ്റെ അഭാവം ഉണ്ടാവുകയും മനുഷ്യജീവിതത്തിൽ അന്ധകാരം നിറയുകയും ചെയ്യുക. അതുകൊണ്ട് നമുക്ക്
തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുള്ളവരാകാം. ദൈവവിശ്വാസത്തെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും മുറുകെ പിടിക്കാൻ, അതിനനുസരിച്ച് നമ്മുടെ കുടുംബങ്ങളെ ക്രമീകരിക്കാൻ, നമ്മുടെ കുടുംബ സാഹചര്യങ്ങളിൽ ദൈവികമായ അനുഭവം നിറയ്ക്കാൻ വലിയ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം. സ്നേഹമുള്ളവരെ, വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ അന്ധകാരം മുഴുവൻ മാറുന്നില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ട് മാർപ്പാപ്പ ഇതിനിടയിൽ പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിലെ അന്ധകാരം മുഴുവൻ മാറുന്നില്ല. പക്ഷേ അവൻ ഈ അന്ധകാരത്തിൽ അടുത്ത ചുവട് വയ്ക്കാനുള്ള വെളിച്ചം കൊടുക്കും ദൈവം. ഇല്ലേ? വിശ്വസിക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും മാറിയോ? എല്ലാ സംശയങ്ങളും എല്ലാവിധ തിന്മയുടെ ശക്തികളും മാറിയോ? മാറില്ല. ജീവിത പ്രലോഭനങ്ങളും ബലഹീനതകളും മനുഷ്യനെ നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം പൗലോസ് പറയുന്നത് പോലെ ആത്മാവിൻ്റെ നിയമത്തിനൊപ്പം പാപത്തിൻ്റെ നിയമവും നമ്മുടെ ജീവിതത്തിൽ ഭരണം നടത്തുന്നുണ്ട്. ഇത് നമ്മൾ ദ്വന്ദ്വയുദ്ധം തുടരുകയാണ്. ഇത് നല്ലൊരു പടയാളിയെ പോലെ ജീവിത അവസാനം വരെ ഓടണം, യുദ്ധം ചെയ്യണം. ഈ ഓട്ടത്തിൽ മാർപ്പാപ്പ പറയുകയാണ്, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അന്ധകാരം മുഴുവൻ മാറുന്നില്ല. മറിച്ച് അടുത്ത ചുവട് വയ്ക്കാൻ, ദൈവത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യാനുള്ള വെളിച്ചം ദൈവം നിനക്ക് നൽകും. അതാണ് വിശ്വാസത്തിൻ്റെ വെളിച്ചം. നമ്മുടെ വഴികൾ മുഴുവൻ പ്രകാശമാകുന്നില്ല, നമ്മൾ സഞ്ചരിക്കേണ്ട വഴി മുഴുവൻ പ്രകാശിക്കപ്പെടുന്നില്ല. പക്ഷേ നമുക്ക് അടുത്ത ചുവട് വയ്ക്കാനുള്ള വെളിച്ചം നമുക്ക് നൽകുകയാണ്. നമ്മൾ ഇരുട്ടത്തൊരു വണ്ടി ഓടിച്ച് ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ, കുളത്തുവയലിന് കൂരാച്ചുണ്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ വണ്ടി ഓണാക്കി ലൈറ്റിട്ടു, നമ്മൾ വഴി കൂരാച്ചുണ്ട് വരെയുള്ള വഴി നമ്മൾ കാണുന്നില്ല. നമ്മൾ അല്പം വഴിയേ കാണുന്നുള്ളൂ. പക്ഷേ ഈ വെളിച്ചം നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. ദൈവം മനുഷ്യൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. നിന്റെ ജീവിതത്തിൻ്റെ അന്ധകാരത്തിൻ്റെ വഴികളിലൂടെ, മാനുഷിക ബലഹീനതകളുടെ പ്രലോഭനങ്ങളുടെ വഴികളിലൂടെ നീ യാത്ര ചെയ്യുമ്പോഴും, അന്ധകാരം നിന്റെ ജീവിതത്തെ കീഴടക്കുമ്പോഴും ദൈവം നിനക്ക് വെളിച്ചം തരും. അതുകൊണ്ട് മുഴുവൻ വെളിച്ചമുണ്ടായിട്ട് നീ പുറപ്പെടാൻ നിൽക്കരുത്. ദൈവം നിനക്ക് കാണിച്ചു തരുന്ന ആ വെളിച്ചത്തിൽ നീ സഞ്ചരിക്കുക. ഇതാണ് വിശ്വാസത്തിൻ്റെ വെളിച്ചം. ഈ വിശ്വാസത്തിലൂടെ ആർജിച്ചെടുക്കുന്ന വെളിച്ചത്തിൽ നീ നടക്കുക. യേശുവിൻ്റെ പിന്നാലെ നടക്കുന്ന വിശ്വാസിയുടെ ജീവിതത്തിൽ എല്ലാ കുരിശുകളും തമ്പുരാൻ എടുത്ത് മാറ്റുന്നില്ല. തമ്പുരാൻ്റെ വഴിയിലൂടെ നടക്കുമ്പോൾ വെട്ടിയൊരുക്കപ്പെടുന്ന അനുഭവം നിരന്തരം വരികയാണ്. കഷ്ടപ്പാടുകളുടെ, വേദനകളുടെ, സഹനങ്ങളുടെ, തമ്പുരാൻ്റെ വഴിയിലൂടെ നടക്കുകയും തമ്പുരാന് വേണ്ടി സമയം ചെലവഴിക്കുകയും എല്ലാവിധ നന്മ പ്രവൃത്തികൾ ഏർപ്പെടുകയും ചെയ്യുന്നവരുടെയൊക്കെ ജീവിതത്തിൽ മാരകമായ രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ ചോദിക്കും, എന്തേ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ വിശ്വസിച്ചിട്ടും ഇത്രമാത്രം കഠിനമായ ഭീകരമായ രോഗം തന്ന ദൈവം എന്നെ ശിക്ഷിക്കണോ? തമ്പുരാൻ ഒരിക്കലും ആരെയും അങ്ങനെ പ്രലോഭിച്ചിട്ടുമില്ല, മോഹന വാഗ്ദാനം നൽകിയിട്ടുമില്ല. നീ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ കുരിശെടുക്ക്, സ്വയം പരിത്യജിക്ക്, എൻ്റെ പിന്നാലെ വരിക. അപ്പോൾ ഈശോ പറയുന്നത് കഷ്ടപ്പാടുകളും വേദനകളും മുഴുവൻ എടുത്തു മാറ്റമൊന്നുമില്ല. പക്ഷേ കുരിശെടുത്ത് നടക്കുന്നവൻ്റെ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അവൻ കൂടെ നടക്കും. അവൻ കൂടെ നടക്കുമെന്ന് പറയുമ്പോൾ അത് കേവലം ഒരു ആത്മീയമായിട്ടുള്ള വൈകാരിക തീവ്രതയുടെ പ്രകടനമല്ല. ചരിത്രത്തിൽ ഇടപെട്ട ദൈവം നമ്മൾ കണ്ടു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇടപെട്ട ദൈവം, നമ്മുടെ കുടിയേറ്റ ചരിത്രത്തിൽ ഇടപെടുന്ന ദൈവം, ഇന്നും കുടിയേറ്റ ചരിത്രത്തിൻ്റെ വേദന നിറഞ്ഞ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സഭാധികാരികളിലൂടെ, നേതൃത്വങ്ങളിലൂടെ ഇടപെടുന്ന ദൈവം, ആ ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ്, ഈ വിശ്വാസത്തിൻ്റെ ബോധ്യത്തിൽ, വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നിന്റെ വേദനകളുടെയും കഷ്ടപ്പാടുകളുടെയും കുരിശു ചുമന്നുകൊണ്ട് നീ നടക്കുമ്പോഴും മനസ്സ് പതറാതെ നിന്റെ അടുത്തുള്ള ദൈവിക സാന്നിധ്യത്തെ കണ്ടുകൊണ്ട്, ആ ദൈവിക സാന്നിധ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് നീ വിശ്വാസയാത്ര തുടരുക. സ്നേഹമുള്ളവരെ, അവസാനമായി കാനായിലെ വിവാഹ വിരുന്നിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അവിടെയുണ്ട്. ഒരു കുടുംബത്തിൻ്റെ, ഒരു ജീവിത സാഹചര്യത്തിൻ്റെ വേദനകളിൽ നിന്ന് എങ്ങനെ ദൈവം അവരെ കരകയറ്റുന്നു എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണം. നമ്മുടെ വിശ്വാസ ജീവിതയാത്രയിലും ഇതുപോലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകും. നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് നമ്മുടെ വീഞ്ഞും പാത്രം ശൂന്യമാകും. മനുഷ്യൻ്റെ മുൻപിൽ നമ്മൾ നാണം കെടുന്ന സാഹചര്യങ്ങൾ വരും. നമ്മുടെ കണക്കുകൂട്ടലുകളും നമ്മുടെ പദ്ധതികളും തകരും നിശ്ചയമായി. പക്ഷേ അവിടെ തിരുവചനം പറയുന്നത് പോലെ പരിശുദ്ധ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ, നമ്മുടെ നാഥനും രക്ഷകനുമായ യേശുവിനെ സ്വീകരിക്കുമ്പോൾ, യേശുവിൻ്റെ കുരിശിൻ്റെ വഴിയിലൂടെ അവിഭാജ്യമായ ഹൃദയത്തോടുകൂടി, ഏകാഗ്രതയോടുകൂടി, നിർബന്ധ ബുദ്ധിയോടുകൂടി, വിശ്വാസത്തിൻ്റെ തീവ്രതയോടുകൂടി ദൈവത്തെ പ്രണയിച്ചുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവൻ കടന്നു വരും, അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കാം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ, ആ കാലത്ത് ആ ദിവസങ്ങളിൽ നടന്ന എല്ലാ സംഭവങ്ങളും അവർക്കറിയാം. യേശുവിനെക്കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നു.
യേശു അവരുടെ വാക്കുകളിൽ അപരിചിതനോട് അവർ പറയുന്ന വാക്കുകളുണ്ട്. ഞങ്ങൾ അവനെ വലിയ പ്രവാചകനാണെന്ന് വിശ്വസിച്ചു, അവൻ വ്യത്യസ്തനായിരുന്നു, അവൻ ഞങ്ങളെ പഠിപ്പിച്ചു, അവൻ ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ഞങ്ങളുടെ മത നേതാക്കന്മാരും എല്ലാവരും കൂടി ചേർന്ന് അവനെ കുരിശിൽ തറച്ചു കൊന്നു. ഇതൊന്നും നീ അറിഞ്ഞിട്ടില്ല, ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ സംഭവിച്ചതാ. ചരിത്രങ്ങളും വസ്തുതകളും അവർക്കറിയാം. പക്ഷേ ഇനി വേണ്ടത് ബോധ്യമാണ്, ഇനി വേണ്ടത് തിരിച്ചറിവാണ്. നമുക്കും അറിയാം ഈ ചരിത്രങ്ങൾ. നമുക്ക് വേണ്ടി മനുഷ്യനായി തീർന്ന് നമ്മുടെ ജീവിതത്തെ പാപത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം മനുഷ്യനായവൻ യേശു മിശിഹ, നമ്മുടെ കൂടെ മനുഷ്യാവതാരം ചെയ്തവൻ, നമ്മളെപ്പോലെ മനുഷ്യനായവൻ, നമ്മുടെ ബലഹീനതകൾ തൊട്ടറിഞ്ഞവൻ, പാപമൊഴികെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അനുഭവിച്ചവൻ, ഇവൻ നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്കറിയാം. ബൗദ്ധികമായിട്ടറിയാം, അറിവിൻ്റെ തലത്തിൽ നമുക്കറിയാം. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത് ബോധ്യമാകുന്നില്ല. ഈ ബോധ്യമാകണമെങ്കിൽ യേശു പ്രവാചകന്മാർ മുതൽ യേശു തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നവൻ വിവരിച്ചു. അവർ കേട്ടുകൊണ്ട് നടന്നു. വീട്ടിലെത്തി അപ്പം മുറിച്ചു. അപ്പം മുറിച്ചപ്പോൾ തിരിച്ചറിഞ്ഞു ഇത് കർത്താവാണ്. അപ്പോൾ അവർ പറയും, അവൻ വചനം വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? സ്നേഹമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ ആഴപ്പെടുത്തണമെങ്കിൽ ഇടവക ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിലേക്ക് നാം കടന്നു വരണം. അൾത്താരമേശയിലേക്ക് കടന്നു വരണം. നമ്മുടെ വിശ്വാസത്തെ, ദൈവികമായ അറിവിനെ, തിരുവചനത്തിലുള്ള നമ്മുടെ വളർച്ചയെ എല്ലാത്തിനെയും ബോധ്യമായി ആധ്യാത്മിക അനുഭവമാക്കി ഉണർവാക്കി മാറ്റണമെങ്കിൽ നമ്മൾ അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കണം. അപ്പം മുറിച്ച് അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ദൈവവചനം നമ്മുടെ ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കുന്നതായി നമുക്ക് മനസ്സിലാകും. നമ്മൾ തിരിച്ച് ധൈര്യത്തോടെ എവിടെ നിന്ന് യാത്ര പുറപ്പെട്ടോ അവിടേക്ക് തിരിച്ചു ചെല്ലും. ഏത് സാഹചര്യത്തിൽ നിന്ന് ഓടിപ്പോയോ ആ സാഹചര്യത്തിലേക്ക് തിരിച്ചു ചെല്ലും. അവിടെ സാക്ഷ്യം വഹിക്കും, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം, ക്രേതോ, ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം, നാഥ ഞങ്ങളുടെ വിശ്വാസം നീ വർദ്ധിപ്പിക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വിശ്വാസവർഷം വിശ്വാസവർഷം വിശ്വാസമുണരേണ്ട വർഷം. വിശ്വാസവർഷം വിശ്വാസവർഷം വിശ്വാസിയുണരേണ്ട വർഷം. വിശ്വാസമെന്നൊരു തീക്കനൽ നമ്മൾ ഊതിയുണർത്തേണ്ട വർഷം. വിശ്വാസമെന്നൊരു തീക്കനൽ നമ്മൾ ഊതിയുണർത്തേണ്ട വർഷം. വിശ്വാസവർഷം വിശ്വാസവർഷം